നമസ്കാരം. മറ്റ് ഏതൊരു ലോകരാജ്യങ്ങളെയും അമ്പരപ്പിക്കുന്നതാണ് ഇപ്പോൾ ഇന്ത്യയുടെ വളർച്ചാ രീതി. സാമ്പത്തികം, ശാസ്ത്രം, സാങ്കേതികം, പ്രതിരോധം, വിദേശകാര്യം, അങ്ങനെ എല്ലാ മേഖലകളിലും ഇന്ത്യ വിജയക്കുതിപ്പിലാണ് എന്ന് ലോക നേതാക്കൾ തന്നെ പലപ്പോഴായി കുറിച്ചിട്ടുള്ളതാണ്, പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് പല രാഷ്ട്രങ്ങളുടെയും തലവന്മാർ ഇന്ത്യയുമായി സൗഹൃദത്തിന് ആഗ്രഹിക്കുന്നതും. അങ്ങനെ പുരോഗതിയിൽ നിന്നും ഇന്ത്യ മുന്നേറുമ്പോൾ 2024 പുതിയ തെരഞ്ഞെടുപ്പിലേക്ക് കൂടി രാജ്യം നീങ്ങുകയാണ്. കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ വിജയം നേടാൻ കഴിയും എന്ന കണക്കുകൂട്ടലുകൾ ഇന്ത്യ മുന്നണിയും BJPയും ഒക്കെ കണക്കുകൂട്ടുമ്പോൾ തുടർച്ചയായി മൂന്നാം ഭരണം മാത്രമാണ് മോദിയും BJPയും ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJP അത്തരത്തിൽ ശക്തമായ ഒരു മുന്നേറ്റം നടത്തി കഴിഞ്ഞിട്ടുമുണ്ട്. അതേ നേട്ടം തെക്കൻ സംസ്ഥാനങ്ങളിലും നടത്തണമെന്നും എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും BJPക്ക് സർക്കാർ രൂപീകരിക്കുമ്പോൾ കൃത്യമായ പ്രാതിനിധ്യം ഉണ്ടാകണമെന്നും ഉറപ്പിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി മോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും. അതിനായി ഇപ്പോൾ തെക്കൻ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചാണ് BJP നേതാക്കളുടെ പ്രവർത്തനം. തെരഞ്ഞെടുപ്പിൽ മുൻപ് തന്നെ തമിഴ്നാട്ടിലും കേരളത്തിലും കർണാടകയിലുമെല്ലാം ഒരു ഇളക്കിമറിക്കൽ നടത്തുക എന്നതാണ് BJP ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. അതിന് മോദിയും അമിത്ഷായും തന്നെയാണ് നേതൃത്വം നൽകുന്നതും. കേരളത്തിൽ അടുത്ത ദിവസം മോദി എത്തുന്നതും ഇതേ ഉദ്ദേശത്തിൻ്റെ ഭാഗമായി തന്നെയാണ്. സ്ത്രീ ശാക്തീകരണ സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് ഔദ്യോഗികമായി പ്രധാനമന്ത്രി എത്തുന്നതെങ്കിൽ കൂടിയും അതിന് പിന്നിൽ 2024 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പും അതിന് കേരളത്തിൽ കളമൊരുക്കുക എന്ന ലക്ഷ്യവും മുന്നിൽ നിൽക്കുന്നുണ്ട്. മോദിയുടെ ഈ വരവ് പിണറായി അടക്കം സംസ്ഥാനത്തെ ഇടതു വലത് നേതാക്കൾ ഭയപ്പെടുന്നതിന് കാരണവും അതുതന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നാളുകളായി പരിഹരിക്കപ്പെടാതെ കിടന്ന തൃശ്ശൂർ പൂരത്തിൻ്റെ തറവാടകയുമായി ബന്ധപ്പെട്ട വിഷയം ഒറ്റയടിക്ക് പിണറായി സെറ്റിൽ ചെയ്തത്. മോദി കേരളത്തിലെത്തുമ്പോൾ വിഷയം അദ്ദേഹത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള നീക്കം പാറമേക്കാവ് ദേവസ്വം നേരത്തെ തന്നെ നടത്തിയിരുന്നു. മോദിക്കായി പ്രത്യേകം മിനി തൃശ്ശൂർ പൂരം തന്നെ ഒരുക്കുമെന്ന് പാറമേക്കാവ് ദേവസ്വം പരസ്യപ്പെടുത്തിയതിന് പിറ്റേന്ന് തന്നെ പൂരവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം പിണറായി ഇടപെട്ട് ഒത്തുതീർപ്പാക്കുകയായിരുന്നു. കേരളത്തിൽ ഇടതു വലതു പാളയങ്ങളിൽ ഇടഞ്ഞു നിൽക്കുന്ന പല നേതാക്കളും അടുത്ത ദിവസം മോദിയെ കാണും എന്നാണ് അറിയുന്നത്. അതുപോലെ പത്തനംതിട്ട സീറ്റ് ലക്ഷ്യമിടുന്ന PC ജോർജും സംഘവും നിർണായകമായ തീരുമാനം അടുത്ത ദിവസം മോദിയെ കണ്ട ശേഷം എടുക്കുമെന്നും അറിയുന്നു. തൃശ്ശൂരിലെ റാലിയും പൊതുസമ്മേളനവും സുരേഷ് ഗോപിയുടെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ ഉദ്ഘാടനമായി മാറ്റാനും BJP ലക്ഷ്യമിടുന്നുണ്ട്. മോദിയുടെ ഈ വരവ് തൃശ്ശൂരിൽ മാത്രമല്ല കേരളത്തിൽ തന്നെ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുക എന്ന തരത്തിലുള്ള വമ്പൻ പരിപാടികളാണ് BJP സംസ്ഥാന നേതൃത്വവും ലക്ഷ്യമിടുന്നത്.